ട്രാൻസ്ലേഷൻ്റെ ട്രെൻഡ്സ് എന്ന് പറയുന്നത് അത് ഓരോ കാലഘട്ടങ്ങളിലും ട്രെൻഡുകൾ അതിൻ്റെ ടെൻഡൻസികളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ട്രാൻസ്ലേറ്റർ അപ്ഡേറ്റ് ആയിരിക്കുക എന്നതാണ്. പഴയ കാല ഡിക്ഷണറികളോ ആയിട്ട് ലെക്സിക്കോൺസോ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രയോഗങ്ങളാണ്. അസ്സലാമു അലൈക്കും. ദ ലൈൻ ലാംഗ്വേജ് അക്കാഡമിയുടെ ടോക്ക് വിത്ത് എക്സ്പേർട്ട് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ട്രാൻസ്ലേഷൻ, നമ്മൾ എന്തിനായിരിക്കണം ട്രാൻസ്ലേഷൻ പഠിച്ചിരിക്കേണ്ടത്, ട്രാൻസ്ലേഷൻ ഏതെല്ലാം ടൈപ്സ് ഉണ്ട് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് അടുത്ത ചോദ്യങ്ങളോട് നീങ്ങാം. ട്രാൻസ്ലേഷൻ മേഖലയിൽ ഇൻ്റർനാഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടുന്ന കുറച്ച് ട്രാൻസ്ലേറ്റേഴ്സ്, അപ്പം അവർക്ക് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ UK അല്ലെങ്കിൽ യൂറോപ്പ് പോലത്തെ വലിയ മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടുന്ന കുറച്ച് ട്രാൻസ്ലേറ്റേഴ്സിന് സാർ എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ രംഗത്തേക്ക് ട്രാൻസ്ലേറ്റർമാർക്ക് സ്കോപ്പ് ഉണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു വേർഷൻ. ഇൻ്റർനാഷണൽ രംഗത്ത് ഇംഗ്ലീഷ്, അറബിക് വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കൻ ട്രാൻസ്ലേറ്റ് അസോസിയേഷൻ ATA, അമേരിക്കൻ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷൻ, യൂറോപ്യൻ ട്രാൻസ്ലേറ്റ് അസോസിയേഷൻ ETA, ഇവരുടെ എല്ലാം അംഗീകാരം ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല ശമ്പളത്തിൽ $2000 പെർ മന്ത് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ജോലി മിക്കവാറും അമേരിക്കൻ കമ്പനികളെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വർക്ക് അറ്റ് ഹോം ആയിട്ട് പെർ ഡേ അല്ലെങ്കിൽ പെർ വർക്ക് അവർക്ക് ക്ലെയിം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന US-ലും UK-ലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലുമുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പം ആ ഒരു മാർക്കറ്റിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. നമ്മൾ GCCയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന, അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ അങ്ങനത്തെ കുറച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ സ്കില്ലും കൂടി എൻഹാൻസ് ചെയ്തെടുത്താൽ അവർക്ക് അവരുടെ വർക്കിൽ, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ അവർക്ക് എങ്ങനെ അത് മെച്ചമുണ്ടാകും? ഓക്കെ, എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് വാസ്തവത്തിൽ ജോലിയുടെ നേച്ചർ അറിയുന്ന ആളുകൾ. അതെ, അവർ ഇംഗ്ലീഷിലും അറബിക്കിലും സോഴ്സ് ലാംഗ്വേജിലും അതുപോലെ തന്നെ ടാർജറ്റ് ലാംഗ്വേജിലും നല്ല വിൽപ്പത്തിയുള്ളവരാണെങ്കിൽ അവർക്കത് വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയും. പുറത്തുനിന്നുള്ളൊരു ടീമാകുമ്പോൾ അവർ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് നമ്മുടെ ടേംസ് അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ വേർഡ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷമേ പഠിപ്പിക്കാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. എന്നാൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഈ വർക്കുകൾ അറബി അറിയുമെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്കവാറും ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള ആളുകളെ അവർ ഈ മാനേജ്മെൻറ്റുകൾ പ്രത്യേകമായി ട്രാൻസ്ലേഷൻ കോഴ്സുകളിൽ ചേർക്കുകയും അങ്ങനെ അവർക്ക് അതിൻ്റെ സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് അവരെ പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വർക്കിൻ്റെ വളരെ സ്മൂത്തായ റണ്ണിങ് ആണ് ഓരോ മാനേജ്മെൻറ്റും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നമ്മളിപ്പം ചെയ്യുന്ന ട്രാൻസ്ലേഷന് ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജസ് ഇപ്പം അറബിക് ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ അതിൻ്റെ ട്രെൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാലക്രമേണ ട്രെൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷന് ഒരു സ്ഥലത്ത് സ്റ്റെക്കായി നിൽക്കാതെ നമ്മുടെ ട്രാൻസ്ലേഷൻ അതോടൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ട്രെൻഡ്സിനോടൊപ്പം തന്നെ ട്രാൻസ്ലേഷനും അപ്ഡേറ്റ് ആവുന്നുണ്ടെന്ന് നമ്മളെങ്ങനെ ഉറപ്പുവരുത്തും? ട്രാൻസ്ലേഷൻ്റെ ട്രെൻഡ്സ് എന്ന് പറയുന്നത് അത് ഓരോ കാലഘട്ടങ്ങളിലും ട്രെൻഡുകൾ അതിൻ്റെ ടെൻഡൻസികളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ലേറ്റർ അപ്ഡേറ്റ് ആയിരിക്കുക എന്നതാണ്. ട്രാൻസ്ലേറ്റർ അവൻ സ്ഥിരമായും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നവനായിരിക്കണം. അവൻ സ്വന്തമായിട്ട് അവനെ അപ്ഡേറ്റ് ചെയ്യുന്നവനാകണം. അവൻ സ്വയമായിട്ട് ഒരു ലേണറായിരിക്കണം. ഫസ്റ്റ് തിങ്, അയാൾ എന്നും സ്ഥിരമായി ഒരു ലേണർ ആവുക എന്നത് തന്നെയാണ് വളരെ വളരെ പ്രധാനം. ഇല്ലെങ്കിൽ നിലവിലുള്ള ട്രെൻഡ്സിനെ കുറിച്ച് അവൻ അറിയാതെ പോകും. ക്ലാസിക്കൽ ഭാഷ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നിലനിൽക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ എക്കണോമിക് രംഗത്തും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തൊക്കെയുള്ള ചില ടേംസ് പഴയകാല ഡിക്ഷണറികളോ ആയിട്ട് ലെക്സിക്കോൺസോ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് ടു അപ്ഡേറ്റ് ഹിംസെൽഫ്.
അവനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവനൊരു ഔട്ട്ഡേറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ചെയ്യേണ്ടത് അവൻ ആധുനിക ട്രെൻഡുകളെക്കുറിച്ച് ധാരണയുള്ളവനാവുക എന്നതാണ്. ഇപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജിയുടെ വളർച്ചയോട് കൂടെ ട്രാൻസ്ലേഷൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? ഓക്കെ, ട്രാൻസ്ലേറ്റർ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിനുള്ള സൂചന നൽകിയിരുന്നു. അയാൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ പുതിയ ട്രാൻസ്ലേറ്റർമാരെ അന്വേഷിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളിൽ ശ്രദ്ധിച്ചോളൂ. IT കോമ്പറ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ AI കോമ്പറ്റൻ്റ് ആയിരിക്കണം എന്ന് ഒരു പ്രത്യേകമായി പരസ്യം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേറ്റർക്ക് IT-യെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അവൻ ടെക്നിക്കൽ ആയിട്ട് പിന്നാക്കം പോകും. അതുപോലെ തന്നെയാണ് AI-യും. AI കോമ്പറ്റൻ്റ് അല്ലെങ്കിൽ AI-യിലുള്ള തെറ്റുകളെ തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ അക്യുറസിയെക്കുറിച്ച് അവന് ധാരണയില്ലെങ്കിൽ അവനും പിന്നാക്കം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് അവൻ്റെ അപ്ഡേറ്റിംഗ് ഹിംസെൽഫ്. അവൻ ഈ പറയുന്ന ഈ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുകയും അതിലുള്ള പുതിയ ട്രെൻഡുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷോട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കും അതുപോലെ ലോക്കൽ ഡയലക്ട്സും ഒക്കെ നമുക്ക് പ്രയാസം സൃഷ്ടിക്കാറുണ്ട്. അത് ചിലപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പം ഈ ഒരു ഡിഫിക്കൽറ്റി, ഈ ഒരു ഡിഫറൻസസ്, ഇതിനെയൊക്കെ സാർ എങ്ങനെയാണ് ഓവർകം ചെയ്യാറ്? MSA മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറയുന്നത് പത്രങ്ങളുടെ ഭാഷയാണ്, TV ചാനലുകളുടെ ഭാഷയാണ്, പുതുതായി ഇറങ്ങുന്ന നോവല് കഥകളുടെയൊക്കെ ഭാഷയാണ്. എന്നാൽ ലോക്കൽ സ്ലാങ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, ലോക്കൽ ഡയലക്ട്സ്. അത് നോവലുകളിൽ വരാറുണ്ട്, സിനിമകളിൽ വരാറുണ്ട്. അതിന് വേണ്ടത് ആ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ആ ഡയലക്റ്റുകളെക്കുറിച്ച് ഇവന് ഒരു ഏകദേശ ധാരണ ഉണ്ടാവുക, എക്സ്പോഷർ ഉണ്ടാവുക എന്നതാണ്. ഇല്ലെങ്കിൽ നോവലുകളുടെ അല്ലെങ്കിൽ സിനിമകളുടെ അതുപോലെയുള്ള കഥകളുടെ എല്ലാം ട്രാൻസ്ലേഷനിൽ അവന് വല്ലാത്ത പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ MSA എന്ന് പറയുന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ട മൊത്തം GCC രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സിറിയ, ഡമസ്കസ് പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അംഗീകരിക്കപ്പെട്ട ഒരു അറബി യൂണിറ്റാണത്. എല്ലാ ഭാഷകളുടെയും ലുഗ മുഷ്തറക്ക എന്ന് പറയും. അതാണ് ഈ MSA എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്, അത് ട്രാൻസ്ലേഷന് വഴങ്ങുന്നതാണ്. എന്നാൽ ഈ ഡയലക്റ്റുകളാണ്, ലോക്കൽ സ്ലാങ്ങുകളാണ് ട്രാൻസ്ലേഷന് വഴങ്ങാത്തത്. അത്തരം സന്ദർഭങ്ങളിൽ അത്തരം രാജ്യങ്ങളുടെ ലഹജകളെക്കുറിച്ച്, ഡയലക്റ്റുകളെക്കുറിച്ച്, സ്പോക്കൺ രീതികളെക്കുറിച്ച്, സ്ലാങ്ങുകളെക്കുറിച്ച് ധാരണയുണ്ടാകാൻ വേണ്ടിയുള്ള നോവലുകൾ വായിക്കേണ്ടി വരും, സിനിമകൾ കാണേണ്ടി വരും, അതുപോലെ തന്നെ സീരീസുകൾ കാണേണ്ടി വരും, അവനവനെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില ടെക്സ്റ്റുകൾ തനി റിലീജിയസായ ടെക്സ്റ്റുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ക്ലാസിക്കലായിരിക്കും. ക്ലാസിക്കലായ ഭാഷയുടെ അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, അതിനെ ഹല്ല് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വിഷയമാണ്. അതിനെ ഹല്ല് ചെയ്ത് അതിൻ്റെ മാന മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്നാൽ MSA എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയും. അതിനെ ക്രിയേറ്റീവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്രം, അതിൻ്റെ റിപ്പോർട്ട് ഫ്രീ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകാൻ വലിയ പ്രയാസം നേരിടില്ല. എന്നാൽ ഒരു സീരിയലാണ്, ഒരു നാടകമാണ്, അപ്പോൾ അതിൽ സ്ലാങ്സ് വരും, അതുപോലെ തന്നെ ഡയലക്ട്സ് വരും. അപ്പോൾ അവന് അതിൻ്റെ സാംസ്കാരികമായ അതിൻ്റെ റെഫറൻസുകൾ പറയേണ്ടി വരും, നോക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങൾ നിർത്തിയിട്ട് വേണം, അവധാനതയോടുകൂടി വേണം അത്തരം ട്രാൻസ്ലേഷനുകൾ ചെയ്യേണ്ടത്. താങ്ക് യു സർ.